ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോപ്പിൻ്റെ പീസൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാക്കി നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ ആക്കി മാറ്റാമെന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കഷ്ണം സോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ കഷ്ണം സോപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായി ഒന്ന് പതിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനത് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ കംപ്ലീറ്റ് ഇത് നന്നായി ഇതിൽ ലയിച്ച ഒരു പത പോലെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫാക്കാം. അപ്പോൾ ഇത് സോപ്പ് ഇത് നന്നായി അലിയുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് നന്നായി ഒന്ന് ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട, കുറച്ച് വെള്ളം വെച്ചാൽ മതി. നമ്മളിടുന്ന സോപ്പിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം വെള്ളം. ഈ സോപ്പ് നന്നായി ഒന്ന് ഇതിലേക്ക് അരിഞ്ഞ് കിട്ടണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കാൻ, നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് സോപ്പിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളം വെച്ച് നന്നായി നനയിച്ചെടുത്ത് ഒരു ബോട്ടിൽ സൂക്ഷിച്ചെടുക്കാം കേട്ടോ. ഒരു ബോട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനൊക്കെ നമ്മുടെ കിച്ചൺ കബോർഡ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ വാഷ് ബേസ്, കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നന്നായി പതച്ചിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോപ്പൊക്കെ ഇതിൽ നന്നായി അലങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാക്കും. അപ്പം ഞാനത് എടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് കബോർഡൊക്കെ തുടച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു ബോട്ടിലൊക്കെ ആക്കി യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബോട്ടിലേക്ക് ആക്കാത്തത്. ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നന്നായി വൃത്തിയാവുകയും ചെയ്യും. ഇപ്പം ഇതാ കണ്ടോ, നന്നായി വൃത്തിയാവും. നല്ലൊരു ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പും നമുക്ക് തുടച്ചെടുക്കാം. ഇപ്പോൾ ഗ്യാസിലൊക്കെ പലതരത്തിലുള്ള കറകളും ഫുഡിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ അത് തുടച്ചെടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വൃത്തി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്രയും വൃത്തി വരും കണ്ടോ. അപ്പോൾ ഇതുപോലെ സോപ്പ് ബാക്കി ഉണ്ടെങ്കിൽ കളയാതെ ഈ ഒരു ലെവലിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. അതുമാത്രമല്ല നമ്മുടെ കബോർഡൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ.